ഒടുവിൽ തന്തക്കാലൻ വിജയിച്ചു. തർക്കത്തിൽ തണുത്തുറഞ്ഞിരുന്ന കുഞ്ഞു വൈഭവിയെ ദുബൈയിൽ സംസ്കരിച്ചു. പിതാവിൻ്റെ ക്രൂരമായ ശാരീരിക മാനസിക പീഡനങ്ങൾ സഹിക്കവയ്യാഞ്ഞ് തൻ്റെ 1.5 വയസ്സുകാരിയായ മകൾ വൈഭവിയെ കഴുത്തു ഞെരിച്ചു കൊന്ന് കെട്ടിത്തൂങ്ങി ആത്മഹത്യ ചെയ്ത വിഭജികയുടെ ആത്മാവ് ആ കാഴ്ച കണ്ട് തേങ്ങുന്നുണ്ടാവണം. ജീവിച്ചിരുന്നപ്പോൾ തിരിഞ്ഞു നോക്കാതിരുന്ന ആ മനുഷ്യമൃഗത്തിൻ്റെ പിടിവാശി ഒടുവിൽ വിജയിച്ചു. തൻ്റെ മകളെയും കുഞ്ഞിനെയും ജന്മനാട്ടിൽ എത്തിച്ച് സംസ്കാരം നടത്തണം എന്ന വിഭജികയുടെ അമ്മ ശൈലജയുടെ ആവശ്യം നിരാകരിച്ച് ഷാർജ കോടതി കുഞ്ഞിൻ്റെ മൃതദേഹം പിതാവായ നിതീഷിന് സംസ്കരിക്കുവാനായി വിട്ടുനൽകണമെന്ന് കഴിഞ്ഞ ദിവസം ഉത്തരവിട്ടിരുന്നു. എന്നാൽ വിഭജികയുടെ മാതാവ് ശൈലജ ഇന്ത്യൻ കോൺസുലേറ്റുമായി ബന്ധപ്പെടുകയും തുടർന്ന് കഴിഞ്ഞ ദിവസം പൊതുശ്മശാനത്തിൽ നടത്തുവാനിരുന്ന ആ സംസ്കാരം തടയുകയുമായിരുന്നു. അങ്ങനെ ദിവസങ്ങളോളം ഷാർജ മോർച്ചറിയിലെ തണുത്തുറഞ്ഞ അറയിൽ ചേതനയേറ്റ് കിടന്ന 1.5 വയസ്സുകാരി വൈഭവിക്ക് ഒടുവിൽ ഇന്ന് പ്രവാസ മണ്ണിൽ സംസ്കാരം നടന്നു. ദുരൂഹ സാഹചര്യത്തിൽ അമ്മ വിഭജികയോടൊപ്പം മരിച്ച നിലയിൽ കണ്ടെത്തിയ വൈഭവിയുടെ സംസ്കാര ചടങ്ങുകൾ ദുബായ് ജബൽ അലി ന്യൂ സോണാപൂരിലെ പൊതുശ്മശാനത്തിൽ UAE സമയം ഇന്ന് വൈകുന്നേരം 4 മണിക്കായിരുന്നു നടന്നത്. മൃതദേഹം സംസ്കരിക്കുന്നതുമായി ബന്ധപ്പെട്ടുണ്ടായ തർക്കങ്ങൾ കാരണം ഒരു പിഞ്ച് ശരീരം ഇത്രയും ദിവസം മോർച്ചറിയിൽ സൂക്ഷിക്കേണ്ടി വന്നതോർത്ത് ചടങ്ങിനെത്തിയവരുടെയെല്ലാം ഉള്ളുനീറി. പിതാവ് നിതീഷ് തന്നെയാണ് മൃതദേഹത്തെ മോർച്ചറിയിൽ നിന്ന് ശ്മശാനത്തിലേക്ക് അനുഗമിച്ചത്. കുഞ്ഞുമോളെ അവസാനമായി ഒരു നോക്ക് കാണുവാൻ വിഭജികയുടെ മാതാവ് ശൈലജ, സഹോദരൻ വിനോദ് മോഹൻ, ഇദ്ദേഹത്തിൻ്റെ ഭാര്യ സഹോദരൻ നിതീഷിൻ്റെ പിതാവ് മോഹനൻ ഉൾപ്പെടെയുള്ള ബന്ധുക്കളും സുഹൃത്തുക്കളും എത്തിച്ചേർന്നിരുന്നു. ഒരു പിഞ്ചു കുഞ്ഞിൻ്റെ മൃതദേഹം വെച്ച് ദിവസങ്ങളോളം വില പറഞ്ഞ് ഒടുവിൽ എന്നേക്കുമായി അവൾ വിട പറയുന്നത് കണ്ടപ്പോൾ പലർക്കും സങ്കടം അടക്കാനായില്ല. നിശബ്ദമായ തേങ്ങലുകൾ ആ അന്തരീക്ഷത്തെ കൂടുതൽ കനപ്പിച്ചു. അമ്മയോടൊപ്പം ദുരൂഹ സാഹചര്യത്തിൽ മരിച്ച വൈഭവിയുടെ മരണം ഒരു ചോദ്യചിഹ്നമായി അവശേഷിക്കുമ്പോഴും അവൾക്ക് അന്ത്യയാത്രയിൽ തൻ്റെ അമ്മയോടൊപ്പം കിടക്കുവാൻ പറ്റിയില്ല എന്നതും വേദനിപ്പിക്കുന്ന ഒരു കാഴ്ചയായി. വേദന നിറഞ്ഞ ഈ വേർപാടിന് സാക്ഷ്യം വഹിക്കുന്ന ഓരോ കണ്ണുകളിലും ആ വേദന നമുക്ക് കാണുവാൻ സാധിക്കുമായിരുന്നു. അതേസമയം വിഭജികയുടെ മൃതദേഹം ഇതുവരെ വിട്ടുകിട്ടിയിട്ടില്ല. ഷാർജ ഫോറൻസിക് വിഭാഗത്തിലായിരുന്നു 2 മൃതദേഹങ്ങളും സൂക്ഷിച്ചിരുന്നത്. മൃതദേഹം ഏറ്റുവാങ്ങാനായി നാട്ടിൽ നിന്ന് വിഭജികയുടെ മാതാവ് ശൈലജയും കാനഡയിൽ നിന്ന് സഹോദരൻ വിനോദും ഷാർജയിലെത്തിയിരുന്നു. വൈഭവിയുടെ മൃതദേഹവും നാട്ടിലേക്ക് കൊണ്ടുപോയി സംസ്കരിക്കണമെന്നായിരുന്നു ശൈലജയുടെ ആഗ്രഹം. എന്നാൽ തനിക്ക് യാത്രാവിലക്കുള്ളതിനാൽ നാട്ടിലേക്ക് പോകാനാവില്ലെന്നും അതുകൊണ്ട് തന്നെ UAE തന്നെ മകളെ സംസ്കരിക്കണമെന്നും പിതാവ് നിതീഷ് വാശി പിടിച്ചു. തുടർന്ന് ദുബൈയിലെ ഇന്ത്യൻ കോൺസുലേറ്റ് അധികൃതരുമായി വിഭജികയുടെയും ഭർത്താവ് നിതീഷ് മോഹൻ്റെയും ബന്ധുക്കൾ ചർച്ച നടത്തിയിരുന്നു. ഇതിലും തീരുമാനം നിതീഷിന് അനുകൂലമായി മാറുകയായിരുന്നു. കഴിഞ്ഞ ദിവസം ഷാർജ കോടതി ഉത്തരവ് പ്രകാരം വൈഭവിയുടെ മൃതദേഹം പിതാവ് നിതീഷിന് വിട്ടു നൽകുകയും തുടർന്ന് ഷാർജ പൊതുശ്മശാനത്തിൽ സംസ്കരിക്കുവാൻ ഒരുങ്ങുകയും ചെയ്തിരുന്നു. ഇതിനിടെയാണ് ശൈലജയുടെ ആവശ്യപ്രകാരം ഇന്ത്യൻ കോൺസുലേറ്റ് ഇടപെട്ട് സംസ്കാരം വിലക്കിയത്. ഇക്കഴിഞ്ഞ ചൊവ്വാഴ്ച ജൂലൈ 8-നാണ് ദുബൈയിലെ സ്വകാര്യ കമ്പനിയിൽ HR മാനേജരായ കൊല്ലം കേരളപുരം സ്വദേശി വിഭജിക മണിയനെയും മകൾ വൈഭവിയെയും ഷാർജ അൽ നഹ്ദയിലെ ഫ്ളാറ്റിൽ ഒരേ കയറിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. തുടർന്ന് വൈഭവിയുടെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പുറത്തു വന്നു. കുഞ്ഞിനെ കഴുത്ത് ഞെരിച്ച് കൊലപ്പെടുത്തിയ ശേഷമാണ് കയറിൽ കെട്ടിത്തൂക്കിയത് എന്നാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പറയുന്നത്. നേരത്തെ മാതാവ് ശൈലജ നൽകിയ പരാതിയിൽ വിഭജികയുടെ ഭർത്താവ് ദുബൈയിലെ സ്വകാര്യ കമ്പനിയിൽ ഫെസിലിറ്റീസ് മാനേജരായ നിതീഷ് മോഹനെ 1-ാം പ്രതിയാക്കി കൊല്ലം കുണ്ടറ പോലീസ് കേസെടുത്തിരുന്നു. ഇയാളുടെ സഹോദരി നീതു 2-ാം പ്രതിയും പിതാവ് മോഹൻ 3-ാം പ്രതിയുമാണ്. വിഭജികയുടെയും കൊച്ചുമകൾ വൈഭവിയുടെയും മൃതദേഹങ്ങൾ നാട്ടിലെത്തിച്ച ശേഷം വീണ്ടും പോസ്റ്റ്മോർട്ടത്തിന് ആവശ്യപ്പെടുമെന്ന് കുടുംബം നേരത്തെ വ്യക്തമാക്കിയിരുന്നു. ഭർത്താവിനും ഭർത്തൃവീട്ടുകാർക്കുമെതിരെ ഗുരുതര ആരോപണങ്ങൾ ഉന്നയിക്കുന്ന വിഭജികയുടെ 6ഓളം പേജ് വരുന്ന ആത്മഹത്യാക്കുറിപ്പ് കഴിഞ്ഞ ദിവസം ഫേസ്ബുക്ക് പേജിൽ പ്രത്യക്ഷപ്പെട്ടിരുന്നു. എന്നാൽ പിന്നീടത് അപ്രത്യക്ഷമായി. ഭർത്താവ് നിതീഷ് മോഹൻ, ഭർത്തൃപിതാവ് മോഹൻ,
ഭർത്തൃ സഹോദരി നീതു എന്നിവർക്കെതിരെ മാനസികവും ശാരീരികവുമായ പീഡനങ്ങൾ സംബന്ധിച്ച് ഒട്ടേറെ കാര്യങ്ങൾ ആ കത്തിൽ വിശദീകരിച്ചിരുന്നു. ഭർത്താവുമായി കഴിഞ്ഞ 1 വർഷത്തോളമായി വിഭജിക മാനസികമായി അകൽച്ചയിലായിരുന്നു. അടുത്ത കാലത്തായി നിതീഷ് വേറെ സ്ഥലത്തും വിഭജികയും മകളും മറ്റൊരു ഫ്ളാറ്റിലുമായിരുന്നു കഴിഞ്ഞിരുന്നത്. വിഭജികയുടെ കൂടെ രാത്രി താമസിക്കാറുള്ള വീട്ടുജോലിക്കാരി വന്ന് ഏറെ നേരം വിളിച്ചിട്ടും ഫ്ളാറ്റിന്റെ വാതിൽ തുറന്നില്ല. തുടർന്ന് അവർ വിഭജികയുടെ ഭർത്താവിനെ ഫോണിൽ വിളിച്ചു വരുത്തി വാതിൽ തുറന്നപ്പോഴാണ് രണ്ടുപേരെയും തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. വിഭജികയുടെ കാൽമുട്ടുകൾ തറയിൽ മുട്ടിയ നിലയിലായിരുന്നു ഉണ്ടായിരുന്നത്. ഭർത്താവിനെതിരെ നേരത്തെ വിഭജിക ഷാർജയിൽ ഒരു പരാതിയെങ്കിലും നൽകിയിരുന്നുവെങ്കിൽ സ്ഥിതി ഇന്നിതാകുമായിരുന്നില്ല. ഭർത്താവ് ഇന്നല്ലെങ്കിൽ നാളെ മനസ്സുമാറി തന്നെയും കുഞ്ഞിനെയും സ്നേഹിക്കുമെന്ന് അവൾ കരുതി. ഒടുവിൽ ഒരു ജാൻ കയറിൽ തൻ്റെ കുഞ്ഞുമൊത്ത് വിഭജിക്ക് ജീവനെടുക്കേണ്ടി വന്നു. ഏതാനും ദിവസങ്ങൾ കഴിയുമ്പോൾ വിഭജികയും കുഞ്ഞും ഒരു ഓർമ്മ മാത്രമാകും. ഭർത്താവും വീട്ടുകാരും നിയമത്തിന്റെ പഴുതിലൂടെ രക്ഷപ്പെടുകയും ചെയ്യും. i2i News, an eye for truth. i2i News സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.